ആനന്ദ് എൽ റായുടെ ഏറ്റവും പുതിയ ചിത്രം തേരെ ഇഷ്ക് മേ. ഈ സിനിമ എന്താണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രണയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഓവർ മെലോ ഡ്രമാറ്റിക് ആവുന്ന പ്രണയങ്ങൾ കൊണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സിനിമയ്ക്കുണ്ട്. ഒന്നാമത്തെ പോരായ്മയായിട്ട് എടുത്തു കാണേണ്ടതും അതുതന്നെയാണ്. കാര്യം ഈ ചിത്രത്തിൽ ആകെ ഉള്ള പ്രധാന കഥാപാത്രങ്ങളായ രണ്ടുപേരെ തന്നെ നമ്മൾ ഒരു 2.5 മണിക്കൂറോളം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. കാര്യം ആ ടാസ്കിൽ നിന്ന് പ്രേക്ഷകരെ ഒരു പരിധി വരെയെങ്കിലും ചേഞ്ച് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രീൻ പ്ലേയിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിലൊക്കെ അതുപോലെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സിനിമയിൽ എൻഗേജ്ഡ് ആവാൻ പറ്റൂ. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ തിരക്കഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഹിമാൻഷു ശർമ്മയും നീരജ് യാദവുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ പോലും അവരിൽ നിന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ചില സ്ക്രീൻ പ്ലേ പാറ്റേൺസുകൾ, ആൾക്കാരെ ആകർഷിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ജനങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അത്രയ്ക്കും ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക്. കാര്യം ഇത് 2 ക്യാരക്ടേഴ്സിൻ്റെ കഥയാണ് പറയുന്നത്. ഇതിൻ്റെ കഥാപരിസരവും എന്ന് പറയുന്നതും ഒരു പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട പ്രണയത്തിൻ്റെ പുതിയ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ കൃത്യമായി വേണമെങ്കിൽ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 പേരുടെ പ്രണയം എടുത്തു പറയുമ്പോൾ അതിലെ യഥാർത്ഥത്തിൽ ഇത് പ്രണയമാണോ, 2 പേരുടെ പ്രണയത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് തന്നെയാണ് ഈ സിനിമ കൂടുതലായിട്ടും പ്രേക്ഷകരോട് സംവേദിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം കൃതി സനോൻ ചെയ്ത മുക്തി എന്ന ക്യാരക്ടറും ധനുഷ് ചെയ്ത ശങ്കർ എന്ന ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ സിനിമ ഉടനീളം കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും കൃതിയുടെ ഒരു ക്യാരക്ടർ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതിയുടെ റോള് കൈകാര്യം ചെയ്യുന്നത് ശരിക്കും ഒരു തീസീസുമായി ബന്ധപ്പെട്ട് കോളേജിൽ വരുന്ന ആളായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ശരിക്കും ഈ മനുഷ്യൻ്റെ ആങ്കർ മാനേജ്മെൻറ്റ് പോലത്തെയുള്ള ഘടകങ്ങളെയാണ് സിനിമ പുള്ളിക്കാരുടെ തീസീസിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിക്കും ധനുഷ് കോളേജിലെ ഈ പറയുന്ന വികാര വിക്ഷോഭങ്ങളുടെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഒരു ക്യാരക്ടറാണ് ശങ്കർ എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിനെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുള്ളിക്കാരുടെ തീസീസിലേക്ക് ഈ ക്യാരക്ടറിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന സമയം തന്നെ എന്നാൽ ക്യാരക്ടറിനോട് എനിക്കൊരിക്കലും സ്നേഹം തോന്നില്ല എന്ന് കൃതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മുക്തി എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷേ ധനുഷിൻ്റെ ക്യാരക്ടറിന് ഇവിടെ പ്രണയത്തിലേക്കുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നതും അത് പിന്നീട് എങ്ങനെയാണ് ഈ സിനിമയിലുടനീളം മുമ്പോട്ട് പോകുന്നതുമൊക്കെയാണ് ഇതിൻ്റെ പ്രമേയം. ഇതിൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പ്രണയം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രണയം ഡെവലപ്പ് ചെയ്യുന്ന പല ഘടകങ്ങളും അത്യാവശ്യം നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പാറ്റേൺ നല്ലതാണ്. അതിനകത്ത് റഹ്മാൻ്റെ മ്യൂസിക്കുകളൊക്കെ വരുന്ന പോർഷൻസുകൾ അത് ശരിക്കും ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് നന്നായി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ കഥ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇത് ഈ ക്യാരക്ടേഴ്സിലേക്ക് 1-2 ക്യാരക്ടേഴ്സും കൂടി മാത്രമേ വരുന്നുള്ളൂ. അപ്പം ആ ലെവലിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് പിന്നീട് ഇവരുടെ ലൈഫിൽ ഇതെങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ഒരു വിഷയം ശരിക്കും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എന്നാൽ ചില സ്ഥലത്തൊക്കെ അല്പം രസകരമായിട്ടൊക്കെ തോന്നാം. പിന്നെ കഥ എന്ന് പറയുന്നത് ഒരു ഫുൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലീഷേ സ്റ്റോറി ലൈൻ പാറ്റേണേ ഉള്ളൂ. കാര്യം ഇതിനകത്ത് ഭയങ്കര വ്യത്യസ്തത തോന്നാവുന്ന സ്ക്രീൻ പ്ലേയിൽ എന്നാ പറയുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഭയങ്കരമായ ട്വിസ്റ്റോ ടേൺസുകളോ ഒന്നുമില്ല. കാര്യം ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഡ്രാമയുടെ പ്രശ്നം, ഡ്രാമ അമിതമായാലും പ്രേക്ഷകൻ അത് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും കഥാപരിസരങ്ങളും പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്താൽ ധനുഷ് ഓക്കെയാണ്. പക്ഷേ ധനുഷിൻ്റെ ഹിന്ദി ഡെലിവറി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരു ഓവർ ആക്ടിങ് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് ശങ്കർ എന്ന് പറഞ്ഞാണ് ധനുഷിൻ്റെ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. പക്ഷേ ആ ക്യാരക്ടറും ധനുഷിൻ്റെ ആക്ടിങ്ങിൽ അത് ഓക്കെയാണ്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡിലും അത്രയും ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. കൃതി സനോൻ ഓക്കെയാണ്. കാര്യം കൃതി സനോൻ ഇതിനു മുമ്പ് നമ്മൾ പുള്ളിക്കാരുടെ പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഔട്ട് ആൻഡ് ഔട്ട് ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിക്കാരി സ്പെഷ്യലാണ്. ആനന്ദ് എൽ റായുടെ ഡയറക്ഷൻ എടുത്തു പറയേണ്ടത് ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. അതിനകത്ത് കൃതി സനോൻ ആക്ച്വലി ധനുഷിൻ്റെ വീട്ടിൽ വരുന്നൊരു സീനുണ്ട്. ശരിക്കും ഇവരൊരു ഗല്ലി പോലത്തെ സ്ഥലത്താണ് താമസിക്കുന്നത്. പുള്ളിക്കാരി അവിടെ വന്നിട്ട് അവിടുത്തെ ഫുഡ് സ്റ്റെപ്സ് കയറുന്നൊരു സീനുണ്ട്. ഫുഡ് സ്റ്റെപ്സ് കയറുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ചെരുപ്പിൻ്റെ ഹീല് കമ്പിയിൽ ഉടക്കുന്നൊരു സീനുണ്ട്. അപ്പം ഉടക്കിയിട്ട് പുള്ളിക്കാരി അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പിന്നെ ചെരുപ്പുമായിട്ട് റൂമിൽ കയറുന്നത്. അപ്പം റൂമിൽ ചെല്ലുമ്പോൾ ധനുഷും പ്രകാശ് രാജും ഒക്കെ ഉള്ള സീക്വൻസാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന ഉടനെ അവർ പുള്ളിക്കാരിയോട് ഇരിക്കാൻ പറയുന്നു. ഇരുന്നതിന് ശേഷം പുള്ളിക്കാരിക്ക് ഭക്ഷണം കൊടുക്കുന്നു. പുള്ളിക്കാരിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പുള്ളിക്കാരുടെ ടെൻഷൻ്റെ ഭാഗം കൂടിയാണ്.
ഈ പുള്ളിക്കാരി വന്നിരുന്നതിന് ശേഷമുള്ള സീനുകളിൽ ആരും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അതിന് തൊട്ട് മുമ്പ് ഒരു ഷോട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പുള്ളിക്കാരി ചെരുപ്പ് നിലത്തിട്ടിരിക്കുന്നതിൻ്റെ എഗനൈസ്റ്റായിട്ട് ഭക്ഷണം ഇരിക്കുന്നൊരു ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം, കിടിലനായിട്ടുള്ളൊരു ഷോട്ടാണത്. പ്രേക്ഷകർക്ക് ഈ സൊസൈറ്റിയിലെ 2 പേരുടെയും അന്തരം ഫീൽ ചെയ്യുന്നൊരു ഷൂട്ടിലും ഈ കഥയുടെ പരിസരത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളൊരു സീനാണ്. അതുപോലെ ARRൻ്റെ മ്യൂസിക് പടത്തിലുണ്ടെന്നേ ഉള്ളൂ, ഇതിങ്ങനെ സ്കാറ്ററിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്തതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഏറ്റവും വലിയ ഡ്രോബാക്ക് തേരെ ഇഷ്ക് എന്ന ടൈറ്റിൽ ട്രാക്ക് തന്നെ ഈ സിനിമയിൽ ഞാൻ കണ്ട 2 മണിക്കൂർ 27 മിനിറ്റുള്ള പോർഷൻസിനകത്ത് ആ പാട്ടില്ലായിരുന്നു. അതിൻ്റെ പടം തീർന്നതിന് ശേഷം അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഏറ്റവും കൂടുതൽ വ്യൂസൊക്കെ ഉണ്ടായ പാട്ട് പോലും സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ ഈ പാട്ടിൻ്റെ ഉപയോഗവും ആനന്ദൽ റായ് അത്ര ഗംഭീരമായിട്ടൊന്നും അത് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ ക്യാരക്ടേഴ്സ് എടുത്താൽ പ്രകാശ് രാജ് ധനുഷിൻ്റെ ഫാദറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രകടനം തന്നെയായിരുന്നു. നമുക്കത് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ശ്രീശാം, അതായത് നമ്മുടെ റാഞ്ചനയ്ക്കകത്തുണ്ടായിരുന്ന കുന്ദൻ്റെ ക്യാരക്ടർ, കുന്ദൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ ചെയ്ത ആൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പം DS ഇറയൊക്കെ കാണുമ്പോൾ ഭ്രമയുഗമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ ആ കഥാപാത്രം വന്നിട്ട് ഇവരുടെ സ്റ്റോറിയുടെ ഭാഗങ്ങളെ ഒന്ന് ലിങ്ക് ചെയ്യുന്നൊരു പോർഷനുണ്ട്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ്. ഓവറോൾ ഇതിൻ്റെ ഇപ്പം ക്യാമറ വർക്കാണേലും എഡിറ്റിംഗ് ആണേലും ഒന്നും ഒരു ഭയങ്കരമായി ഒരു എന്നാ പറയുന്നത് ഔട്ട് ഓഫ് ദ പാർക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത്യാവശ്യം തരക്കേടുള്ളൊരു സിനിമയ്ക്ക് ഇതിൻ്റെ കളർ പാറ്റേൺ ഒക്കെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാര്യം വലിയൊരു നമുക്കില്ല. പിന്നെ ഇതിനകത്ത് ചില സീക്വൻസൊക്കെ ഈ മാവറിക്കിൻ്റെ പാറ്റേൺസിലുള്ള സീനൊക്കെ ഉണ്ട്. സത്യത്തിൽ അതൊന്നും വലിയ ഔട്ട് ഫീൽ ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ ഒരു കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായ ഒരു ഡ്രാമാറ്റിക്കിൻ്റെ പ്രശ്നമാണ് ഈ സിനിമയുടെ ഏറ്റവും വലുത്. ഇനിയിപ്പം ഹിന്ദി ഓഡിയൻസിൽ ഇതെങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയാമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരിക്ക് മുകളിലുള്ള ഒരു സിനിമ അനുഭവം. പ്രത്യേകിച്ച് അത് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും മറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സിലും ഒക്കെ ചിന്തിച്ചതുകൊണ്ട് മാത്രം നമുക്കങ്ങനെ തോന്നുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായും കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും. താങ്ക് യു.